പക്ഷേ ഏകീകൃത സിവിൽ കോഡ്, യൂണിയൻ സിവിൽ കോഡ് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരണമെന്നുള്ള ചർച്ചകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിന് പ്രതിപക്ഷങ്ങൾ അതിനെ എതിർക്കുന്ന ആളുകളുമുണ്ട്, അല്ലാത്ത അനുകൂലിക്കുന്ന ആളുകളുമുണ്ട്. അതിന് ആദ്യപടി എന്നുള്ള നിലയിൽ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കി. അവിടെ ഒരൊറ്റ നിയമം, ഒരു സിവിൽ നിയമമാണ് ഇനി തൊട്ട് ഉണ്ടാവുക. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഗുജറാത്തിൽ RSSൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്തിലേക്ക് കൂടി ഈ പറയുന്ന ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. 45 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ സുപ്രീം കോടതി വിരമിച്ച ജസ്റ്റിസ് ഒരു ജഡ്ജിയുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ 5 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പം ഈ ഗുജറാത്തിലും കൂടെ ഈ UCC വരുന്ന സമയത്ത് അത് ഇന്ത്യ മൊത്തം നടപ്പിലാക്കാനുള്ള ഒരു ടെസ്റ്റ് ഡോസിൻ്റെ 2ാം ഘട്ടം എന്ന് വേണ്ടത് നമ്മൾ കരുതാം. അല്ല, ഇങ്ങനെ വരാൻ കാരണം 3ാം മോദി സർക്കാർ വന്ന സമയത്ത് മോദി പ്രതീക്ഷിച്ചതുപോലെയോ RSS പ്രതീക്ഷിച്ച പോലെയോ ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ല എന്നുള്ളത്. അതായത് സ്പെഷ്യൽ മെജോറിറ്റി ഇല്ല. സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിച്ച് അത് പാസ്സാക്കിയെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി അത് വെച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. BJPക്ക് സ്വാധീനമുള്ളതും BJPക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതായിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അത് നടപ്പിലാകട്ടെ. അങ്ങനെ നടപ്പിലാക്കി കഴിയുമ്പോൾ അത് രാജ്യത്തിൻ്റെ പകുതിയിലധികം പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും, നടപ്പിലാകും. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നടപ്പിലാക്കാനായിട്ട് കഴിയും. കാരണം ഇതത്ര കാര്യമായ രീതിയിൽ എതിർക്കപ്പെടേണ്ട ഒരു വിഷയമല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് മതത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ മുക്തരാക്കുന്നൊരു ജോലി അതിനുണ്ട്. അങ്ങനത്തെ ഒരു വശം അതിനുണ്ട്. ഇത് വിവാദപരമായി മാറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ടാണ്. അതാണ് പ്രശ്നം. അവരുടെ ശരീഅത്ത് നിയമം, അതേപോലെ അവരുടെ മതം അനുശാസിക്കുന്നതായിട്ടുള്ള എല്ലാ നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പൊതുസമൂഹത്തിൻ്റെ നിയമത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കൊണ്ടുവരേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. അവരെ മാത്രമല്ല, എല്ലാവരും, എല്ലാ മതത്തിൻ്റെ ആളുകളെയും. കാരണം നമ്മളുടെ ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിന് ക്രിമിനൽ നിയമങ്ങൾ എല്ലാം ഒന്നല്ലേ. അല്ലാണ്ട് മുസ്ലിമിന്, ക്രിസ്ത്യാനിക്ക്, ഹിന്ദുവിന് പ്രത്യേക തരത്തിലുള്ള ക്രിമിനൽ നിയമമൊന്നും ഇന്ത്യയിൽ ഇല്ലല്ലോ. ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തുന്ന സമയത്ത് വന്ന തർക്കം കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ അന്ന് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാതെ പോയത്. അത് കുറേ തർക്കമൊക്കെ വന്നു. അവിടെ ഒരു കാര്യം പറഞ്ഞത്, ഈ ക്രിമിനൽ നിയമങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ മതി. പക്ഷേ സിവിൽ നിയമങ്ങളിലേക്ക് വരുമ്പോൾ അത് മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ശരിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുശാസിക്കുന്ന ക്രിമിനൽ നടപടികൾക്ക് നിങ്ങൾ നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് പറ്റില്ല. കാരണം അവിടെ കഴുത്ത് വെട്ടും, തലവെട്ടും, കൈവെട്ടും ഒക്കെയാണുള്ളത്. ഒരു ട്രോള് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് പറ്റില്ല എന്നുള്ള നിലയിലേക്കാണ് പക്ഷെ പറയാം. അല്ല, അതാണ് പ്രശ്നം. അത് സിവിൽ നിയമത്തിൻ്റെ കാര്യത്തിലും അതേപോലെ ക്രിമിനൽ നിയമത്തിൻ്റെ കാര്യത്തിലും ഒരു ഏകീകൃത സ്വഭാവം തന്നെയാണ് നല്ലത്. അതാണ് പുരോഗമന സമൂഹത്തിന് എപ്പോഴും യോജിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ഈ മതമൊക്കെ കടന്നു വരികയും മതവർത്തമാനങ്ങൾ ഉണ്ടാകുകയും വർഗീയത വളരുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ വിവാദപരമായി തീരുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാലോ, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൻ്റെ സിവിൽ നിയമങ്ങളും അതേപോലെ തന്നെ ക്രിമിനൽ നിയമങ്ങളും ഒരേപോലെ തന്നെ കൊണ്ടുപോകുന്നതാണ് ബുദ്ധി. അതാണ് നല്ലതും. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഈ വിവാഹമോചനം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സാർവത്രിക പ്രക്രിയയായിട്ട് വളർന്ന് വികസിച്ച് വരികയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിലുണ്ടാകുന്ന കൊലപാതകങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് യഥാർത്ഥത്തിൽ അത് ക്രിമിനൽ കേസായിട്ടാണ് ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്. പക്ഷേ ഈ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ചടങ്ങുകൾ, മറ്റ് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഈ ഇതിൻ്റെ അകത്ത് 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാം തന്നെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ്. അതങ്ങനെ വേണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ഒരൊറ്റ ജനത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഴയ കാലം മുതൽ നമ്മൾ തുടരുന്നൊരു കാര്യമാണ്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്, അത് നിലനിർത്തുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഡൈവേഴ്സിറ്റിയെ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഒരു കാലത്തും ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാ മതങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള മനുഷ്യ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതാണ്. മാനുഷിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് കൈകാര്യം ചെയ്യുക. അതുകൊണ്ടാണ് ഈ നേരത്തെ സൂചിപ്പിച്ച കൈവെട്ട്, കാലുവെട്ട് അല്ലെങ്കിൽ തലവെട്ട് എന്നൊക്കെ പറയുന്ന തരത്തിൽ ഉള്ള നിയമങ്ങൾ
ഒരിക്കൽ പോലും ഡ്രാക്കോണിയൻ നിയമങ്ങൾ എന്നാണ് അതിന് പറയുന്നത് ശരിക്കും പറഞ്ഞത്. വളരെ വളരെ ഭീകരമായ രീതിയിൽ ആളുകളെ ഇല്ലായ്മ ചെയ്യുന്നതായിട്ടുള്ള വളരെ കർശനമായിട്ടുള്ള നിയമം. അത്തരം നിയമങ്ങൾ പാടില്ല. അത് പാടില്ല എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തിൻ്റെ നിയമമായിട്ട് വരുമ്പോഴേ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണമല്ലോ. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ട് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ ഈ നിയമങ്ങൾ മാറും എന്നുള്ളതാണ്. അതങ്ങനെ മാറ്റണം. അങ്ങനെ മാറ്റിയാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ പുരോഗമനപരമായിട്ടുള്ള സ്വഭാവത്തിൽ നമുക്കതിനെ വിലയിരുത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ പുരോഗമനപരമായിട്ടുള്ള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെല്ലാവരും ഒന്നായിരിക്കണം. നിയമത്തിൻ്റെ മുന്നിൽ അവരെല്ലാവരും ഒരുപോലെയാണ് എന്ന് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, റൂൾ ഓഫ് ലോ എന്ന് പറയും. അത് ക്രിമിനൽ നിയമത്തിൽ മാത്രമായിട്ട് ഒതുക്കേണ്ടതില്ല, അത് സിവിൽ നിയമത്തിൻ്റെ കാര്യത്തിലും കൊണ്ടുവരേണ്ടതാണ്. സ്വത്ത് തർക്കങ്ങൾ അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ വിവാഹത്തിൻ്റെ കാര്യം മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ സ്വത്ത് വിഭജനം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഉള്ള തർക്കങ്ങൾ വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അത് മക്കൾക്കെല്ലാം തുല്യമായിട്ട് കൊടുക്കണം. എല്ലാം മക്കളും തുല്യരല്ലേ? അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് ഹിന്ദു കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു കാര്യം മാറ്റിക്കൊണ്ടുവരേണ്ടി വരും. ഒരു കാര്യം, അതായത് നമ്മുടെ പണ്ട് മരുമക്കത്തായം പരിപാടി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സ്വത്ത് മരുമകന് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് താരതമ്യേനെ തന്നെ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് ഇല്ലാതായി, ഹിന്ദു കോഡൊക്കെ വന്നു ഇല്ലാതായി. അതിനെതിരെ ഹിന്ദു സമൂഹത്തിലെ ആളുകൾ തന്നെ പ്രവർത്തിച്ചു. പക്ഷേ ഇപ്പോൾ അടുത്ത് ഒരു ഈ പറയുന്ന യൂണിയൻ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഒരു സർവേ നടത്തിയപ്പോൾ അതിലൊരു പെൺകുട്ടി പറയുന്ന ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. പറയുന്നത് ഇപ്പോൾ എൻ്റെ ബാപ്പയ്ക്ക് 4 മക്കളാണെങ്കിൽ അതിൽ 2 അല്ല ഒരു ആൺകുട്ടിയും ബാക്കി 4 പെൺകുട്ടികളും ആണെങ്കിൽ, അല്ലെ 3 പെൺകുട്ടികളാണെങ്കിൽ മകന് കിട്ടും, മകന് ബാപ്പയുടെ സ്വത്ത് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം ബാപ്പയുടെ അനിയന്മാർക്കോ ചേട്ടന്മാർക്കോ സ്വത്ത് പോയതിന് ശേഷം മാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പെൺകുട്ടികൾക്ക് കൊടുക്കുള്ളൂ. അത് അവർ പറയുന്നത് കെട്ടിച്ചയക്കുമ്പോൾ മഹർ കൊടുത്ത് അയക്കുകയാണ്, അതോടെ കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഒരു കരാളമായ അല്ലെങ്കിൽ എന്താ പറയുക കിരാതമായ രീതിയാണ് എന്നാണ് ഇവർ പറയുന്നത്. അതിനെതിരായിക്കൊണ്ട് കുറേയധികം കമൻറ്റുകളും ഞാൻ കണ്ടു. അതായത് നിങ്ങളെ തീറ്റിപ്പോറ്റാൻ വളർത്താൻ ഞങ്ങൾക്ക് ഈ മാതാപിതാക്കൾക്ക് പൈസ ചിലവായിട്ടില്ലേ, കല്യാണം കഴിപ്പിച്ച് അയക്കാൻ പൈസ ചിലവായിട്ടില്ലേ, പ്രസവത്തിന് പൈസ ചിലവാകുന്നില്ലേ, അപ്പോൾ ഇതൊക്കെ കൊടുക്കണ്ടേ, പിന്നെ ബാപ്പയ്ക്കും ബാപ്പയുടെ അനിയന്മാർക്കും എത്ര പൈസ ചിലവാകുന്നുണ്ട് എന്നൊക്കെയാണ് ന്യായീകരണങ്ങൾ വരുന്നത്. അല്ല, ഇതിൻ്റെ അകത്ത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തോന്നുന്നവർക്ക് തോന്നുന്നത് എഴുതാം എന്നുള്ളതാണ്. അവിടെ എഡിറ്റിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് അവരുടെ ഒരു വൈകാരിക പ്രകടനമായിട്ടാണ് അത്തരം അഭിപ്രായങ്ങൾ നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ വൈകാരികമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകളെ നമ്മൾ യുക്തിപരമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുത്തി അതിൻ്റെ തെറ്റും ശരിയും ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊന്നും പലപ്പോഴും നടക്കുന്നില്ലല്ലോ. ഒന്ന്, അവരത് കേൾക്കാൻ തയ്യാറില്ല. രണ്ടാമത്, അവരെ അങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടതെന്ന് തോന്നുകയില്ല. പകരം അവരെ ചീത്ത വിളിക്കുന്നു. അപ്പോൾ ഇത് ഒരിക്കലും ഡയലോഗ് സാധ്യത ഇല്ലാതെ വരികയാണ് ചെയ്യും. അത് മാറണം. അത് മാറിയിട്ട് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ചില കുടുംബങ്ങളിൽ, ആൺമക്കളില്ലാത്ത കുടുംബങ്ങളിൽ സ്വത്തൊക്കെ വിൽക്കാറും ഈ പെൺകുട്ടികൾക്ക് കിട്ടാറില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ ഈ പറഞ്ഞവരെ വേറെ തരത്തിലേക്ക് വേറെ മേഖലകളിലേക്ക് പോകുന്നു. അതും അവരുടെ ഒരു പ്രശ്നമാണ്. അവരുടെ പ്രശ്നം അവർ പറയുമ്പോൾ, അതായത് മുസ്ലിം കുടുംബങ്ങളിലെ സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ എന്തായാലും ഈ മുസ്ലിം മത നിയമങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. അത് അവരുടെ ഒരു വലിയ പ്രശ്നമാണ്. ഒരു വിഷയത്തിൽ മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളിൽ. ഈ മുത്തലാഖിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ. ശരിക്കും വെറുതെ ചുമ്മാ മൊഴിയിൽ ആളുകളെ വിടുക, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങൾ നൽകുക, അതൊക്കെ മത നിയമങ്ങളായിട്ട് വരികയും അത് ഇന്ന് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ മുസ്ലിം സ്ത്രീകളൊന്നും തയ്യാറാവില്ല. എല്ലാ വിഷയത്തിലും സ്വത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സ്വത്ത് എങ്ങനെ വിഭജനം ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ടുള്ളൊരു നിയമം എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നതിനെ എന്നെപ്പോലുള്ള ആളുകൾ അതിനെ അനുകൂലിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് മുസ്ലിങ്ങളുടെ ഒരു വിഷയമായിട്ട് വെക്കുമ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് എതിർപ്പുകളും പ്രശ്നങ്ങളും. മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള എല്ലാ മനുഷ്യരും പൊതുവിൽ ക്രിമിനൽ നിയമത്തിന് എങ്ങനെയാണ് പൊതുവായിട്ട് കീഴടങ്ങി ജീവിക്കുന്നത്, അതേപോലെ തന്നെ സിവിൽ നിയമത്തിനും പൊതുവായിട്ട് അവർ കീഴടങ്ങി ജീവിക്കണം. ഇതിന് എതിർക്കുന്ന എപ്പോഴും ഈ മത സംവിധാനങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ മത സംവിധാനങ്ങളുടെ അധികാരം നഷ്ടപ്പെടുകയാണ് ചെയ്യും. മതസംവിധാനങ്ങളുടെ അധികാരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇപ്പോൾ കല്യാണം, പള്ളിയെ സംബന്ധിച്ച് പള്ളിയുടെ പത്രികയും പള്ളി അംഗീകരിക്കുന്ന ആയിട്ടുള്ള കല്യാണങ്ങൾ മാത്രമല്ലേ പള്ളിയിൽ നടത്തുള്ളൂ, ഇല്ലാത്ത നടത്തില്ല. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ആ അധികാരം പള്ളിക്ക് നഷ്ടപ്പെടുന്നു. ക്രിസ്തീയ സമൂഹത്തിലുള്ള ഒരു പ്രശ്നം അതാണ്.
അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഈ വിവാഹങ്ങളെല്ലാം നടത്തുന്നതിനുള്ള അവരുടെ അധികാരം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഹിന്ദു സമുദായം നേരത്തെ തന്നെ കുറേ കൂടെയൊക്കെ ഈ കാര്യത്തിൽ അയഞ്ഞ സമീപനം ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ഈ മത നേതൃത്വത്തിന്, പുരോഹിത നേതൃത്വത്തിന് അതിലൊന്നും വലിയ സ്വാധീനമില്ല. അവർക്ക് ഇടപെടാനായിട്ട് അവർക്ക് എവിടെ നിന്ന് നടത്താം. അത് അവർ വളരെ ഫ്രീ ആണ്. അമ്പലത്തിൽ വെച്ച് നടത്താം, അല്ലെങ്കിൽ നമ്മൾ ഓഡിറ്റോറിയങ്ങളിൽ വെച്ച്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വെച്ചത് സിനിമയിൽ പറയുന്ന പോലെ ഒരു രക്തഹാരം അങ്ങോട്ട്, ഒരു രക്തഹാരം ഇങ്ങോട്ട് ഇട്ട് നടത്താം. അങ്ങനത്തെ ഒരു വളരെ വയബിളായിട്ടുള്ള ഒരു ക്യാരക്ടർ അതിനകത്ത് ഉണ്ടായതിൻ്റെ പേരിലാണ് അവർക്ക് അതിനകത്ത് പ്രശ്നം തോന്നാത്തത്. ഇവർക്ക് ഇങ്ങനെ ഉള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നതിൻ്റെ പേരിലാണ് ഇവരതിനെ എതിർപ്പ് പ്രകടമാക്കുന്നത്. പക്ഷേ വളരെ കൃത്യമായിട്ട് നമ്മൾ ലോജിക്കലായിട്ട് ഈ വിഷയത്തെ അഭിസംബോധന ചെയ്താൽ നല്ലത് എപ്പോഴും യൂണിഫോം സിവിൽ കോഡ് തന്നെയാണ്. മതം ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. മതത്തിന് മതത്തിൻ്റെതായ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളത് വ്യാപരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റൂ. അതെ.